34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ഈ വനത്തിനകത്തുള്ള ബാലസിംഹങ്ങൾ, ബാലസിംഹം മീൻസ് യങ് ലയൺസ്, നല്ല ആരോഗ്യമുള്ള, ഏത് ഇരയും ചാടിപ്പിടിക്കാൻ കഴിവുള്ള, വേട്ടയാടാൻ കഴിവുള്ള ആ ബാലസിംഹങ്ങൾ, വചനം പറയുന്നു, അതൊരിക്കലും സാധാരണഗതിയിൽ വിശന്ന് കിടക്കത്തില്ല. കാരണം എന്നറിയാമോ? അത് നല്ല ആരോഗ്യമാണ്. അതിന് മാനിനെ പിടിക്കാൻ കഴിയും, പോത്തിനെ പിടിക്കാൻ കഴിയും, ഏത് ജീവികളെയും ആക്രമിച്ച് പിടിക്കാനായിട്ടുള്ള ആരോഗ്യമുണ്ട്. പക്ഷേ ഈ വയസ്സായ സിംഹങ്ങളുണ്ട് വെച്ചെടുക്കാൻ വയ്യാത്തത്. മനസ്സിലായില്ലേ? ആ വയസ്സായ സിംഹങ്ങൾ കാട്ടിനകത്ത് എന്ത് ചെയ്യും? അതിന് ഇരയെന്ന് പിടിക്കാൻ. ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു വയസ്സായ സിംഹം ഒരു പോത്തിനെ പിടിക്കാൻ പോയി, പോത്ത് അതിനെ കൊന്നു കളഞ്ഞു. ഒറ്റ കുത്തു കൊടുത്ത് അത് തീർന്നു. അപ്പോൾ വയസ്സായ സിംഹങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇര പിടിക്കാനായിട്ട് കഴിവില്ല. പിന്നെ ഈ ബാലസിംഹങ്ങളൊക്കെ വല്ലതും പിടിച്ച് ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വയസ്സനും വയസ്സൊക്കെ എന്ത് ചെയ്യും? വന്ന് കഴിക്കും. കാരണം അവർക്ക് പഴയ ആരോഗ്യമില്ല, ഓടി പിടിക്കാനും അല്ലേ. ഇതൊക്കെ നല്ല ആരോഗ്യം വേണം. ഇരയുടെ പിറകെ ഓടണം, ഓടി അതിനെ ചാടി അറ്റാക്ക് ചെയ്യണം, അറ്റാക്ക് ചെയ്ത് അതിനെ കൊല്ലണം. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് ആർക്കേ പറ്റുള്ളൂ? ബാലസിംഹങ്ങൾക്ക്. ഇപ്പോൾ കർത്താവിന് വചനം പെടുന്ന ബാലസിംഹങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ആ ബാലസിംഹങ്ങൾ പട്ടിണി കിടന്നാലും തന്നെ മക്കൾ കിടക്കത്തില്ല. വനത്തിനകത്തുള്ള ആരോഗ്യമുള്ള, ചുറുചുറുക്കുള്ള, ഉത്സാഹമുള്ള, ഇരയെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിവുള്ള, ഇരയെ ആക്രമിച്ച് കൊല്ലാൻ കഴിവുള്ള, ഇരയുടെ മാംസം ഭക്ഷിപ്പാൻ കഴിവുള്ള ആ ബാലസിംഹം, വിശന്ന് കിടക്കാത്ത ബാലസിംഹം, അത് വിശന്ന് കിടന്നാലും, എക്സാമ്പിൾ പറയുകയാണ് ദൈവം, ആ ബാലസിംഹങ്ങൾ വിശന്ന് കിടന്നാലും അല്ലേ, പെട്ടതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും, അമ്മ മറക്കുമോ? സാധാരണയിൽ മറക്കത്തില്ല. മറക്കണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിരിക്കും അല്ലേ? സാധാരണഗതിയിൽ ഒരു അമ്മ കുഞ്ഞിനെ മറക്കുമോ? അപ്പോൾ ദൈവം അവിടെയൊക്കെ ചില ഓമകൾ പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ അതിന് മറക്കയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ എക്സ്ട്രീമാണ് ദൈവം പറയുന്നത്. അങ്ങനെ എക്സ്ട്രീമായിട്ട് സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ ദൈവം പറയുകയാണ്, എക്സ്ട്രീമായിട്ടുള്ള കാര്യം സംഭവിച്ചാൽ പോലും ദൈവം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യില്ല, അതിന് വിരുദ്ധമായിട്ട് ഞാൻ പ്രവർത്തിക്കും. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര വിശ്വസിക്കുന്നു മക്കളെ? ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ഒരു നന്മയും ദൈവം എന്ത് ചെയ്യില്ല, മുടക്കുകയില്ല. യോഹന്നാന്റെ 3-ാം ലേഖനം 2-ാമത്തെ വാക്യം അവിടെ പറയുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ, നീ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ, നീ ആത്മീയമായി ഉയർന്നിരിക്കുന്നത് പോലെ, നീ ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെട്ടിരിക്കുന്നത് പോലെ, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ആത്മീയമായിട്ട് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നീ സകലത്തിലും ശുഭമായിരിക്കുവാൻ, സുഖമായിരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മീകമായ അഭിവൃദ്ധിയോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലകളിലും ശുഭമായിരിക്കുവാൻ, അനുഗ്രഹമായിരിക്കുവാൻ, സന്തോഷമായിരിക്കുവാൻ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയമായ പുരോഗതി മാത്രമല്ല, ആത്മീയമായ ഉയർച്ച മാത്രമല്ല, നമ്മുടെ ഭൗതികമായ അവസ്ഥകളെക്കുറിച്ചും കർത്താവിന് വിചാരമുണ്ട്, കർത്താവിന് കരുതലുണ്ട്. നീ ആത്മീയമായി രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്വകരാജ്യത്തിൻ്റെ അവകാശിയായാൽ മാത്രം പോരാ. ഈ ലോകത്തിലായിരിക്കുമ്പോഴും ദൈവത്തിന് നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. അതാണ് പറയുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ, നീ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ, നീ സകലത്തിലും, ഭൗതിക മണ്ഡലത്തിൽ, ജോലിയുടെ മണ്ഡലത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലത്തിൽ, സാമൂഹികപരമായ മണ്ഡലത്തിൽ, സാമ്പത്തികപരമായ മേഖലയിൽ, നീ ആയിരിക്കുന്ന ജോലി പ്രൊഫഷൻ, ഒരു ടീച്ചറായിരിക്കാം, ഒരു നേഴ്സായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, നീ ആയിരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ എല്ലാ മേഖലകളിലും, സകല മേഖലകളിലും നീ അനുഗ്രഹമായിരിക്കുവാൻ, നീ അവരെല്ലാം പ്രോസ്പർ ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി വെളിച്ചമായി നിൽക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാ വചനം പറയുന്നത്, നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
പ്രാർത്ഥിക്കുന്നു. 23 സംഘത്തിന് 1 വാക്യം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഐ ഷാൽ നോട്ട് ബി ഇൻ വാണ്ട്. എനിക്കൊരു കുറവും ഉണ്ടാകത്തില്ല, എനിക്കൊരു ലാക്കം ഉണ്ടാകത്തില്ല. എൻ്റെ ദൈവം എൻ്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൻ്റെ ആ ദൈവത്തിൻ്റെ ഇടയനാകുന്ന ആ പരിപാലനത്തിനകത്തായിരിക്കുന്ന ഒരു കുഞ്ഞാടായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ഒരു കുറവും എൻ്റെ ദൈവം വരുത്തുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എത്രക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ സ്തോത്രം പറയാമോ? അപ്പൊ ദൈവമക്കളായി നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷം അനുഭവിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, ദൈവത്തിന് ഒരു മഹത്വമായി മാറുവാൻ, ദൈവത്തിന് ഒരു വലിയൊരു സാക്ഷിയായി മാറുവാൻ, സുവിശേഷത്തിന്റെ ഒരു വലിയ വക്താവായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് നീ മാറുവാൻ, നിന്റെ കുടുംബം മാറുവാൻ, നിന്റെ മക്കൾ മാറുവാൻ, നിന്റെ കൊച്ചുമക്കൾ മാറുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായം 18 പറയുന്നു, നിന്റെ പിതാക്കന്മാർ സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ദൈവത്തിന്റെ മക്കൾക്കുള്ള ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ആരാധിക്കാൻ മാത്രമല്ല, പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നിനക്ക് മറ്റുള്ളവരുടെ അടുത്ത് കടം ചോദിക്കാതെ ജീവിക്കാനും കൂടെ ശക്തി കർത്താവ് തരും. ദൈവമക്കൾ സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവത്തിന്റെ ഹിതമാണ്. കാരണം സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി കർത്താവ് ഉണ്ടെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കുന്നത് പാപമാണോ? ആരാനും മുടക്കി ഉണ്ടാക്കരുതെന്നേ ഉള്ളൂ. പ്രാർത്ഥന മുടക്കി ഉണ്ടാക്കരുതെന്നേ ഉള്ളൂ. ആത്മീയമായ കൂട്ടായ്മകൾ മുടക്കി, കുടുംബ പ്രാർത്ഥന മുടക്കി, സഭായോഗം മുടക്കി, അല്ലേ, ദൈവമായിട്ടുള്ള ബന്ധം മുടക്കിക്കൊണ്ട് ഉണ്ടാക്കുന്നത് പാപമാണ്. പക്ഷേ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ ഹിതമാണ്. മനസ്സിലായി? ഹോത്രം പറയാം, അറിയിച്ചല്ലോ. അപ്പൊ നമ്മൾ എന്തിനാ സമ്പത്ത് ഉണ്ടാക്കുന്നത്? സ്തോത്രം. എല്ലാവരും ഫുൾ ടൈം പാസ്റ്റർമാരൊന്നുമല്ല, എല്ലാവരും പൂർണ്ണമായ മിഷണർമാരൊന്നുമല്ല. സ്തോത്രം. പക്ഷെ പൂർണ്ണമായ ദൈവദാസന്മാർക്ക് ദൈവത്തിന്റെ വേല ചെയ്യണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ദൈവമക്കൾ സഭയിലുള്ള ദൈവമക്കൾ അവർ അധ്വാനിച്ച് അവർക്ക് നന്മകൾ തരുമ്പോൾ എന്ത് ചെയ്യും? അവരതിൻ്റെ ഒരു ഭാഗം അവർ സഭയിൽ കൊടുക്കും. സഭയിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? സഭയിലുള്ള ഫുൾ ടൈം ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാർക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും അത് മുഖാന്തരം കഴിയുമ്പോൾ ദൈവമക്കൾ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗവാക്കാകുകയാണ്. അത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന തുല്യമാണ്. കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? സഭയുടെ പ്രവർത്തനങ്ങൾ കൈത്താങ്ങുക. അപ്പൊ സഭയുടെ പ്രവർത്തനങ്ങളെ കൈത്താങ്ങാൻ സാമ്പത്തികം വേണം. പ്രൈസ്തലോ. അപ്പോൾ ആ സാമ്പത്തികം എങ്ങനെ ഉണ്ടാവും? സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ വേല പുരോഗതിക്ക് വേണ്ടി സാമ്പത്തികമായ നന്മകൾ ആവശ്യമായിരിക്കുമ്പോൾ ദൈവമക്കളായ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പോയി വ്യാപാരങ്ങൾ ചെയ്ത് ജോലി ചെയ്ത് സാമ്പത്തികമായ നന്മ ഉണ്ടാക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന വചനം പഠിപ്പിക്കുന്നത്. യെശയ്യാവ് 48:17 പറയുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്ന് നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. പക്ഷേ നഴ്സിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള പ്രവർത്തനമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം. എനിവേ ഏത് ഫീൽഡിലായാലും ദൈവം പറയുന്നു നിങ്ങൾക്ക് അവിടെ ശുഭകരമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കും. അവിടെയൊക്കെ നിങ്ങൾ എക്സൽ ചെയ്യുവാനായിട്ട്, അവിടെയൊക്കെ നിങ്ങൾ പുരോഗതി പ്രാപിക്കുവാനായിട്ട്, അവിടെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുവാനായിട്ട് യഹോവയായ ദൈവം നിങ്ങൾക്ക് ബലം തരുന്ന കർത്താവ് പറയുന്നു. എത്ര മനസ്സിലാവും? സ്തോത്രം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ആത്മീയമായിട്ട് ഉയരുമ്പോൾ തന്നെ, ആത്മീയമായിട്ട് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന മറ്റുള്ള ഫീൽഡുകളിലും ഒരു അനുഗ്രഹവും ഒരു പുരോഗതിയും ഒരു വർധനവും കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുരോഗതി കർത്താവ് ആഗ്രഹിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് നല്ല ജയം തരും. ഉന്നത വിദ്യാഭ്യാസം കർത്താവ് തരും. ജോലി ചെയ്യുന്നവരാണെങ്കിൽ കർത്താവ് സംഘത്തിന് 1 പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാട്ടിലേക്ക് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാഴാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവൻ അനുഗ്രഹമായിരിക്കും. അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹമായിരിക്കും. അവൻ ഏത് സ്ഥലത്ത് കാൽ വെച്ചാലും അവിടെ എല്ലാം അനുഗ്രഹമായിരിക്കും.
ഏത് സംരംഭത്തിൽ കൈവച്ചാലും ആ സംരംഭമെല്ലാം അനുഗ്രഹമായിരിക്കും. ഏത് ബിസിനസ്സും ഒരു അനുഗ്രഹമായിരിക്കും. ഏത് വീട്ടിൽ ചെന്ന് കാൽ ചവിട്ടിയാലും ആ ഭവനം അനുഗ്രഹമായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വാക്കത്തെന്ന് പറയുന്നത്, ദൈവമക്കളെ കുറിച്ചുള്ള വാക്കത്തെന്ന് പറയുന്നത് ആത്മീകമായ പുരോഗതിയോടൊപ്പം തന്നെ ഭൗതികമായ മേഖലകളിലും ആ ഒരു പുരോഗതിയും സന്തോഷവും സമാധാനവും കർത്താവ് ഇന്ന് നമ്മളെക്കുറിച്ച്, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച്, ഓരോ കുടുംബങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നു? എനിമി വന്ന്, ശത്രു വന്ന് പല കാര്യങ്ങളിലും തടസ്സമുണ്ടാക്കുന്നു. മനസ്സിലോ? ഫോർ എക്സാമ്പിൾ, ചിലർക്കാണെങ്കിൽ വിവാഹമാണെങ്കിൽ ഒരു സമയം 30 വയസ്സെന്നുള്ള സമയമാണെങ്കിൽ ശത്രു വന്ന് തടയുന്നു. സമയത്തിന് വിവാഹം നടക്കുന്നത് 32, 33, 34, 35 മാരേജിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം എന്താണ്? ദൈവമക്കളുടെ വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധ വിവാഹമാണ്. അതിലൂടെ ഉളവാകുന്നത് ഈ ഭൂമിയിലെ ഒരു പുതിയ ഒരു മിഷണറി കുടുംബമാണ്. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണ്, പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അവർക്കുണ്ടാകുന്ന തലമുറ വിശുദ്ധ തലമുറയാണ്, ദൈവരാജ്യത്തിൽ നിലകൊള്ളുന്ന മക്കളാണ്. ഇത് മനസ്സിലാക്കിയ പിശാച് പലപ്പോഴും എന്ത് ചെയ്യുന്നു? അതിനെ പ്രൊലോങ് ചെയ്യാനായിട്ട്, തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു. സാമ്പത്തിക മേഖലയിൽ പിശാച് പലപ്പോഴും കടന്നു വന്ന് സാമ്പത്തികമായി കാരണം സാമ്പത്തികമായി ദൈവമക്കൾ തകർന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ദൈവത്തെ മാനിക്കാൻ കഴിയാതെ വരും. അപ്പൊ സഭയിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെതായ സഭയിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നു, ദൈവത്തിന്റെ വേല ചെയ്യാൻ കഴിയാതെ വരുന്നു. ദൈവയുടെ പ്രവർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ അധികാരമുണ്ട്, കർത്താവിന്റെ വചനമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒന്നും ഒരു ദോഷവും വരുത്തുകയില്ല. ഫാമിലി ലൈഫില് ദൈവത്തിന്റെ സമാധാനം കർത്താവ് ആഗ്രഹിക്കുന്നു. കുടുംബ ജീവിതത്തില് ഭാര്യയും ഭർത്താവുമായിട്ട്, മക്കളും പാരൻസുമായിട്ട് നല്ലൊരു ബന്ധം കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കുടുംബ ജീവിതത്തിന്റെ അകത്ത് പിശാച് കടന്നു വന്ന് സന്തോഷം കെടുത്തിക്കളയുവാൻ, സമാധാനം കെടുത്തിക്കളയുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നമുക്ക് അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പറയാൻ കഴിയും, പിശാചെ ഞങ്ങളുടെ കുടുംബം വിട്ട് നീ മാറിപ്പോണം. യേശുവിനാഥ് പിശാച്, നിനക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ അധികാരമില്ല, എൻ്റെ മക്കളിൽ അധികാരമില്ല, എൻ്റെ ഭർത്താവിൽ അധികാരമില്ല, എൻ്റെ ഭാര്യയിൽ അധികാരമില്ല. യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അധികാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരും. എത്ര വിശ്വാസമുണ്ട് മക്കളെ? സ്തോത്രം പറയാമോ? പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന പലതും നമുക്ക് യേശുവിന്റെ നാമത്തിൽ മടക്കി പ്രാപിക്കാൻ കഴിയും. നമ്മുടെ ദൈവം വീണ്ടെടുക്കുന്ന കർത്താവാണ്. അബ്രഹാമിന്റെ സഹോദരി പുത്രനായ ലോത്തിനെയും കുടുംബത്തെയും ശത്രുക്കൾ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം പിന്തുടർന്നു പോയി അവരെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് പകൽ സമയം നിന്റെ കുടുംബത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പിശാച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് പിടിക്കണം. അബ്രഹാമിനെ പോലെ തിരിച്ചെന്ത് ചെയ്യണം? പിടിക്കണം. എങ്ങനെ പിടിക്കുന്ന? അബ്രഹാം 318 അഭ്യാസികളെയും കൊണ്ടുപോയി. 318 മല്ലന്മാരായിട്ട് അബ്രഹാം പോയി എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു, ഫൈറ്റ് ചെയ്തു. വിട്ടു തരികയില്ല, പിശാചെ വിട്ടു തരികയില്ല, ഞങ്ങൾക്കുള്ള അവകാശമാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്ത് ആ ലോത്തിനെയും കുടുംബത്തെയും തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകൽ സമയം നിന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും നന്മകള് പിശാച് അപഹരിച്ചുവെങ്കിൽ വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല പറയണം, പിശാചെ ഞങ്ങൾ വിട്ടു തരികയില്ല, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ മടക്കി പ്രാപിക്കും. എൻ്റെ ഭർത്താവിനെ ഞങ്ങൾ മടക്കി പ്രാപിക്കും. ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എൻ്റെ ഭാര്യയെ ഞങ്ങൾ മടക്കി പ്രാപിക്കും. കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന തലമുറകളെ ഞങ്ങൾ മടക്കി പ്രാപിക്കും. ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ വിട്ടുതരികയില്ല. എത്ര ഏറ്റെടുക്കുന്നുണ്ട്? സ്തോത്രം പറയാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വചനം പറയുന്നു, ദൈവത്തിന് കീഴ്പ്പെടുവീൻ, പിശാചിനെ എതിർക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. നിങ്ങളുടെ അകത്തിരിക്കുന്ന കർത്താവ്, നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ലോകത്തിലുള്ള പൈശാചികമായ തടസ്സമുണ്ടാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെക്കാളും കർത്താവ് വലിയവനാണ്. നമ്മുടെ അകത്ത് വസിക്കുന്ന കർത്താവ് ലോകത്തിൽ ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുക, ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക. ദൈവത്തിന്റെ പ്ലാൻ എവിടെയുണ്ടോ അതിനെ ഒപ്പോസ് ചെയ്യുക. ദൈവ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അസമാധാനം കൊണ്ടുവരിക.
ദൈവം സമൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാരിദ്ര്യം കൊണ്ടുവരിക. ദൈവം സൗഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ രോഗം കൊണ്ടുവരിക. എല്ലാ ദൈവികമായ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ പൈശാചിക ശക്തി ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കർത്താവ് കാറ്റിനോട് കൽപ്പിച്ചു, കടലിനോട് ശാന്തമാകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് കാറ്റും കടലും എന്ത് ചെയ്തു? ശാന്തമായി. കർത്താവ് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ ചെയ്താൽ മതി. കാറ്റും കടലും കണ്ടപ്പോൾ സാധാരണ എന്താ ചെയ്യുന്ന ആൾക്കാർ? ശിഷ്യന്മാരെന്താ ചെയ്തത്? കാറ്റും കടലും കണ്ടപ്പോൾ അവർ നിലവിളിക്കുകയാണ്. നമ്മളല്ലാതെ നമ്മൾ ചെയ്യുന്ന നിലവിളിക്കുകയാണ് അല്ലേ? നമ്മളെല്ലാം പ്രതികൂലം കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മൾ നിലവിളിക്കും. പ്രതികൂലം കാണുമ്പോൾ ആദ്യം നമ്മൾ നിലവിളിക്കും. പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകാം. അപ്പോൾ ഇന്ന് പകൽ സമയം നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അധികാരത്തോടെ കൽപ്പിക്കണം. കാരണം പിശാചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാറ്റും കടലിൻ്റെയും എല്ലാം പറയൽ ആരാണ്? പിശാചാണ്. അപ്പോൾ ആ പിശാചിൻ്റെ മുമ്പ് കഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ കരയുമ്പോൾ സാത്താൻ പറയാം, കുറെ കൂടെ കരയാൻ പറയും. നീ കരയാൻ വേണ്ടി അതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മളതുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ കരയുകയല്ലേ കർത്താവേ, ഞാൻ കൽപ്പിക്കും, ഞാൻ കൽപ്പിക്കും. എൻ്റെ ദൈവം എനിക്ക് അനുകൂലം പ്രതികൂലം ആരാണ്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് എന്നെ സഹായിക്കും. കർത്താവ് എന്നെ വിടുവിക്കും. ഞാൻ ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സാത്താൻ എതിർക്കുന്ന സമയത്ത്, കാരണം സാത്താൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ദൈവരാജ്യം തകർക്കുക, ക്രിസ്തീയ കുടുംബങ്ങളെ തകർക്കുക, സുവിശേഷ വേലയെ ഇല്ലാതാക്കുക. ഇതാണ് സാത്താൻ്റെ പ്ലാൻ. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ദൈവമക്കളെ പ്രോസ്പർ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം വായിക്കുമ്പോൾ 14:14, അവൻ വന്ന വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വലിയ പുരുഷാരത്തെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവ് എന്ത് ചെയ്തു? രോഗികൾ എന്ത് ചെയ്തു? കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് പറയാം, എല്ലാ രോഗികളും എല്ലാം മുമ്പോട്ട് വന്നോട്ടെ. മുമ്പോട്ട് വന്നു. ആ സൗഖ്യം പ്രാപിച്ചു. ആ വീട്ടിൽ പോയിക്കൊന്ന് പറഞ്ഞൂടെ? കർത്താവ് സൗഖ്യമാക്കിയിട്ട് കർത്താവ് വീട്ടിൽ പോകട്ടെന്ന് പറഞ്ഞില്ല. കർത്താവ് ചോദിക്കുകയാണ്, ഇവർ 3 ദിവസമായിട്ട് കൂടെ പാർക്കുന്നു. സ്തോത്രം. ഇവർക്ക് സൗഖ്യം എല്ലാം കിട്ടി, എല്ലാം ശരിയാ. പക്ഷേ സൗഖ്യം കിട്ടിയെങ്കിലും അവർ 3 ദിവസമായിട്ട് കൂടെ പാർക്കുന്നു. നിങ്ങളവർക്ക് ആഹാരം എല്ലാം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഹാരം കൊടുക്കണം കർത്താവ്. കർത്താവ് പറയാ, എന്തോ ഉണ്ട് കൊടുക്കാനായിട്ട്? കർത്താവ് ആ 5 അപ്പം കൊണ്ട് 2 മീൻ ഒരാൾക്കൊന്നും തികയത്തില്ല. കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുക്കണം. 19-ാം വാക്യം, പിന്നെ പുരുഷാരം പുല്ലുമേലിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. അവിടെ ഒരു പ്രോബ്ലം വരികയാണ്, ഒരു കുറവ് വരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുറവുകൾ വരാം, നമ്മുടെ കുടുംബത്തിൽ കുറവ് വരാം. ചിലപ്പോൾ കുടുംബത്തിനകത്ത് മക്കൾ അനുസരിക്കത്തില്ല. ചിലപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് ചിലപ്പം ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരത്തില്ല. കൈയൊന്നും പൊക്കണ്ട. സ്തോത്രം അല്ലേ? നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലരൊന്നും വിളിച്ചാൽ കൂടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. മനസ്സിലോ? അപ്പോൾ നമ്മുടെ ചില കുടുംബങ്ങളിലൊക്കെ ചില കുടുംബം സാമ്പത്തികം കുറവായിരിക്കും, ആത്മീയം കുറവായിരിക്കും അല്ലേ? ചില കുടുംബങ്ങളിൽ ആരോഗ്യം കുറവായിരിക്കും. അങ്ങനെ പല കുറവും ഉണ്ടാകും. യേശു കർത്താവിൻ്റെ മുമ്പിൽ ഒരു കുറവുണ്ടായി. കാരണം 3 ദിവസമായിട്ട് ജനങ്ങളെ കൂടെ പാർക്കുന്നു. അവർക്ക് എന്തില്ല? കഴിക്കുവാനായിട്ട് ആഹാരമില്ല. ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ കർത്താവ് നിൽക്കുകയാണ്. നമ്മളൊക്കെ പൊതുവെ ഈ പ്രോബ്ലം വരുമ്പോൾ, നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പൊതുവെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷനാവും. നമ്മൾ ആ സമയത്ത് ചിലരൊക്കെ എന്ത് ചെയ്യും? അവർ അബ്നോർമലാവും. അവരുടെ കൃപയും പോവും, അവരുടെ അഭിഷേകവും പോവും, അവരുടെ അന്യഭാഷയും പോവും. എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ പിന്നെ അന്യഭാഷമാരുടെ അന്യായ ഭാഷകൾ പറയാൻ തുടങ്ങും. ചിലർ പ്രാകാനും അല്ലേ, ചിലർ ദുഷിക്കാനും, ചിലർ പിന്നെ അങ്ങ് തുടങ്ങും. അവരുടെ ജന്മം മൂലം അങ്ങ് തുടങ്ങും പലരും ശപിക്കാനായിട്ട്. ഇന്ന ആൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇന്ന ആൾ കാരണമാണ് ഇങ്ങനെ ആയത് അല്ലേ? അവിടെ തുടങ്ങി അയാൾ മുടിഞ്ഞു പോകട്ടെ, ഇയാൾ നശിച്ചു പോകട്ടെ അല്ലേ? പിന്നെ നമ്മുടെ വായിൽ പലപ്പോഴും ദുഷ്ടൻ എന്നുള്ള വാക്ക് വരും. കൈയൊന്നും പൊക്കണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ, നീചൻ, വഞ്ചകൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പലപ്പോഴും വിഷമം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടില്ല. ടെൻഷനാവും. നമ്മൾ പ്രോബ്ലം വരുമ്പോൾ ടെൻഷൻ അടിക്കും.
പ്രൈസലോ. നമ്മൾ അത് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ആകപ്പാടെ ചിലർക്കാണ് ടെൻഷൻ കൂടി, ചിലർക്ക് വല്ലാത്തൊരു എന്താ പറയുക ബി പി കൂടും. ചിലർക്ക് ബി പി കൂടാറുണ്ട്, ചിലർക്ക് ടെൻഷൻ കൂടിയിട്ട് അവർക്ക് പെട്ടെന്ന് ഹാർട്ട് കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രോടാൻ അടിക്കും, ഹാർട്ടിൻ്റെ ബീറ്റിംഗ് ഇത് കൂടും. പിന്നെ മുഖമൊക്കെ ചുവന്നിരിക്കും ചിലരെ കാണുമ്പോൾ, ടെൻഷൻ അടിക്കും മുഖം എല്ലാം കൂടെ ചുവന്ന് വരും. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ടെൻഷൻ വരും, നിങ്ങളുടെ മുഖഭാവം നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നു, കാരണം പള്ളിയായതുകൊണ്ട്. അപ്പം നിങ്ങളെപ്പോലെ ശാന്തമായിട്ട് വേറെ ആരുമില്ല. എന്തൊരു താഴ്മയും എന്തൊരു ശാന്തതയും അല്ലേ, എത്ര കുലീനമായ സ്വഭാവം അല്ലേ, എത്ര കുലീനവും ഉദാത്തവുമായ സ്വഭാവമാണ് അല്ലേ. പലപ്പോഴും നമ്മളെയൊക്കെ ടെൻഷൻ അടിക്കുന്ന കൂടുതൽ ടെൻഷൻ അടിക്കുന്ന എവിടെ വെച്ചാൽ കൂടുതലും സ്വന്തം വീട്ടിൽ വെച്ചാൽ കൂടുതൽ അവിടെയല്ലേ അല്ലേ. അപ്പം വീട്ടിനകത്ത് അപ്പം ഈ വീടിൻ്റെ 4 ചുവരിനെ അറിയാം സത്യം എന്താണെന്നുള്ളത്. നമ്മുടെ തനിനിറം കണ്ടിട്ടുള്ള അതേ ഉള്ളൂ. അതുകൊണ്ട് ചിലരൊക്കെ വീടൊക്കെ സൗണ്ട് പ്രൂഫായി കളയും. പ്രൈസലോ. എന്നിട്ട് പറയും ഇവിടെ പ്രാർത്ഥന ഉള്ളതാണ് സൗണ്ട് പ്രൂഫ് ആക്കിയെന്ന് പറയും. അപ്പോൾ നമ്മുടെ തനിനിറം സ്തോത്രം. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ കർത്താവ് ഇവിടെ എന്ത് ചെയ്തു? കർത്താവ് ആ 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവ് സ്തോത്രം പറഞ്ഞു. കർത്താവ് എത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാണ്. 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവ് എന്ത് ചെയ്തു? ദൈവ സ്വർഗത്തിലേക്ക് നോക്കി എന്ത് ചെയ്തു? കർത്താവ് ദൈവത്തെ വാഴ്ത്തി. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു സ്വഭാവം നമുക്കുണ്ടാകും. നമുക്ക് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ, കുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ നീ തന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി, കർത്താവേ നന്മകൾക്കായി നന്ദി, കർത്താവേ. ആ ഒരു താങ്ക്സ് ഗിവിംഗ് ആറ്റിറ്റ്യൂഡ്, കംപ്ലൈൻറ്റിങ് ആറ്റിറ്റ്യൂഡിന് പകരമായിട്ട് ഒരു നന്ദി പറയുന്ന ഒരു സ്വഭാവം, നന്ദി പറയുന്ന ഒരു മനോഭാവം. ഇല്ലായ്മകൾ ഉള്ളപ്പോൾ തന്നെ, കുറവുകൾ ഉള്ളപ്പോൾ തന്നെ, രോഗം ഉള്ളപ്പോൾ തന്നെ, കടഭാരം ഉള്ളപ്പോൾ തന്നെ, കുടുംബത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ കർത്താവേ നിനക്ക് സ്തോത്രം പറയുന്ന കർത്താവേ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം പറയുന്ന കർത്താവേ, നീ നൽകിയ ജീവിതത്തിലുള്ള എല്ലാവിധമായ സൗകര്യങ്ങൾക്കായിട്ട്, എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാവിധമായ അനുഭവങ്ങൾക്കായിട്ട് കർത്താവേ ഞാൻ നിനക്ക് സ്തോത്രം പറയുന്ന കർത്താവേ എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മനോഭാവം. ഈ കംപ്ലൈൻറ്റ് ചെയ്ത് നമ്മൾ ടെൻഷൻ അടിച്ച് BP വന്ന് കറങ്ങി വീഴുന്നതിനേക്കാളും നല്ലത് സ്തോത്രം പറഞ്ഞ് സമാധാനത്തോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നതാണ്. കർത്താവ് ടെൻഷൻ അടിച്ചോ? കർത്താവ് സ്തോത്രം പറഞ്ഞു. സ്തോത്രം പറഞ്ഞതോടുകൂടി അന്തരീക്ഷം അങ്ങ് മാറി. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും കുടുംബജീവിതത്തിൽ ഭാര്യമാർ ഒരിക്കലെങ്കിലും പറയുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഭാര്യമാർ ഒരിക്കലെങ്കിലും പറയും, ഭർത്താക്കന്മാർ നിങ്ങളുടെ വന്ന് എൻ്റെ ജീവിതം തകർന്നു. ഒരിക്കലെങ്കിലും ഇത് വാക്ക് പറയാത്തൊരു ഭാര്യയില്ല. പ്രൈസ് ദി ലോർഡ്. കൈയൊന്നും പൊക്കണ്ട. നിങ്ങളെ എന്ന് ഞാൻ കല്യാണം കഴിച്ചോ, സ്തോത്രം, അന്നതോടെ എൻ്റെ ജീവിതം എന്ത് ചെയ്തു? എല്ലാം തകർന്ന് തരിപ്പണമായി. ഒരു പ്രാവശ്യങ്ങളും പറയാത്തൊരു ഭാര്യ ഉണ്ടാകാനായിട്ട് സാധ്യത 1 വർഷമൊന്നും പറയില്ലായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ വരുമ്പോൾ സ്തോത്രം സഹോദരിമാരെന്ത് ചെയ്യും? അല്ലേ, ഞാൻ കൈയൊന്നും പൊക്കാൻ പറയുന്നില്ല, ചോദിക്കുന്നുമില്ല. ഏതെങ്കിലും കഷ്ടസമയത്ത് ചില ഭർത്താക്കന്മാർ പറയും, ദിവസം 3 പ്രാവശ്യം പറയും, നിന്നെ എന്ന് കെട്ടിയെടുത്തോ അന്ന് ഞാൻ ഒരു കുഴിക്കകത്ത് വീണു. മിക്കവാറും ഭർത്താക്കന്മാരും കാണത്തില്ല അല്ലേ. ഏതെങ്കിലും ഒരു സമയത്ത് ഭർത്താക്കന്മാർ പറയും, സ്തോത്രം, നിന്നെ കല്യാണം കഴിച്ചതോടുകൂടി എന്ത് ചെയ്തു? എൻ്റെ ജീവിതം തകർന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നു. ആ ബ്രോക്കറിനെ കൈ കിട്ടിയാൽ, ഈ കല്യാണം ആലോചിച്ചെന്ന ബ്രോക്കറിനെ കൈ കിട്ടി ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ശരിയാകും. സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ നമുക്ക് പറയട്ടെ, നമ്മൾ ഒരിക്കലും ചില മാതാപിതാക്കൾ വിഷമം കൊണ്ട് പറയാറുണ്ട്, ചില മക്കളെ ഓർത്ത് വിഷമം കൊണ്ട് പറയാറുണ്ട്, എൻ്റെ മോൻ ഈ ഭൂമിയിൽ ജനിക്കാതിരുന്ന് നല്ലതായിരുന്നു, അല്ല ഇങ്ങനത്തെ ഒരു മോള് എനിക്കില്ലാതിരുന്ന് നല്ലതായിരുന്നു എന്ന് പറയുന്ന അപ്പനും അമ്മയുണ്ട്. അത് സന്തോഷം കൊണ്ട് പറയുന്നതല്ല, അത്ര വേദന കൊണ്ട് അവർ പറയുന്നതാണ്. അത്ര വേദന കൊണ്ട്.
ചില അമ്മമാർ പറയാറുണ്ട്, മോനെ നീ ഇന്ന് പോയിട്ട് തിരിച്ചു വരല്ലേ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. കാരണം എന്താ പറയുക, അത്ര വേദന കൊണ്ട് പറയുന്നതാണ്, അല്ല വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അമ്മമാർ പറയണത്. ചില അമ്മമാർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭാഷ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അത്ര വേദന കൊണ്ട് പറയുന്നതാണ്. ദൈവമക്കളെ, അതെല്ലാം എന്താണ്? അതൊക്കെ നമ്മുടെ സംഘർഷം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് എന്ത് ചെയ്തു? പിതാവിനെ വാഴ്ത്തി. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ വാഴ്ത്താൻ പഠിക്കണം. നമുക്ക് എത്ര പ്രയാസകരമായ സാഹചര്യം വന്നാലും നമ്മൾ പറയണം, കർത്താവേ, നീ എനിക്ക് വേണ്ടി കൂട്ടിച്ചേർത്ത ജീവിത പങ്കാളിക്കായി ഞാൻ സ്തോത്രം പറയുന്നു, എനിക്ക് നൽകി ജോലിക്കായി ഞാൻ സ്തോത്രം പറയുന്നു. അങ്ങനൊരു മനോഭാവം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ശത്രുവോടെ പരാജയപ്പെട്ടു പോകും. നീ എനിക്ക് നൽകിയിരിക്കുന്ന, ചിലപ്പോൾ അമ്മായിയമ്മ പ്രശ്നമായിരിക്കാം, അമ്മായിയമ്മ ഭയങ്കര പ്രോബ്ലം ക്രിയേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മരുമകൾ പ്രോബ്ലം ക്രിയേറ്റർ ആയിരിക്കാം, ഒക്കെ ശരിയാ. പക്ഷെ എങ്കിലും ദൈവസ്ഥാനിലെ കർത്താവേ, നീ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല, കർത്താവ് എനിക്ക് നൽകി അമ്മായിയമ്മയ്ക്കായി ഞാൻ സ്തോത്രം പറയുന്നു, മരുമകൾക്കായി സ്തോത്രം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വേദനാജനകമായിരിക്കുന്ന വിഷയം എന്താണ്? അതിനായി ഞാൻ സ്തോത്രം പറയുന്ന കർത്താവേ, കാരണം അതിൻ്റെ പിറകിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.